നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രാടം നക്ഷത്രത്തെ കുറിച്ചാണ്. ഉത്രാടം നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മാർച്ച് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഇവർക്ക് ജ്യോതിഷപരമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളും അതുമൂലമുണ്ടാകുന്ന ഫലങ്ങളുമാണ് പറയുന്നത്. ഈ ഫലങ്ങളെ നിങ്ങൾ മുൻകൂട്ടി അറിയുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഭാഗ്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അവസരങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഉത്രാടം നക്ഷത്രക്കാർക്ക് നമ്മൾ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ശത്രുശല്യം കൊണ്ടൊക്കെ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നു ഈ കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ. ഈ ശത്രുശല്യമൊക്കെ കുറയുന്ന ഒരു സമയമാണ്. ശത്രുക്കളുടെ മേൽ നിങ്ങൾ വിജയം നേടുന്നു എന്നുള്ളതാണ്. ഈശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ദുർശക്തികളുടെ ഒരു പ്രയോഗവും നിങ്ങളിലേക്ക് വന്നു ചേരുകയില്ല. എല്ലാം വളരെ നന്നായിട്ട് നടക്കുന്നതാണ്. വിവാഹ കാര്യത്തിലാണെങ്കിലും ഈ സമയത്തൊന്നും നിങ്ങൾ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. 1 മുതൽ 15-ാം തീയതി വരെ വിവാഹമൊക്കെ ഉറപ്പിക്കാൻ പറ്റിയൊരു സമയമാണ്. അതുപോലെ തന്നെ വാഹനമൊക്കെ വാങ്ങുവാനായിട്ട് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വാഹനമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് വളരെ കാലമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഒരു വാഹനം, അല്ലെങ്കിൽ പഴയ വാഹനം മാറ്റിയൊന്ന് പുതിയ ഒരു വാഹനം വാങ്ങണം. അതൊക്കെ നിങ്ങൾക്ക് നടക്കുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകുമെങ്കിലും ഇപ്പോഴുണ്ടായിരുന്ന തൊഴിലിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിലിലേക്ക് നിങ്ങൾക്ക് സ്വയം മാറാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന തൊഴിലിലേക്കൊക്കെ മാറാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവർക്ക് സത്കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് എത്തിപ്പെടാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു ലെവലിലേക്കൊക്കെ നിങ്ങൾ എത്തിപ്പെടുന്നതാണ്. കലാകായിക രംഗത്തൊക്കെ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാം. കലാകായിക രംഗത്തൊക്കെ പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പുതിയ കരാറുകളിലൊക്കെ നിങ്ങൾ ഒപ്പുവയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ തൊഴിലില് കരാർ അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ തൊഴിലൊക്കെ സ്ഥിരപ്പെടുന്നതാണ്. സ്ഥിരമായിട്ടൊരു ജോലിയൊക്കെ നിങ്ങൾക്ക് ആവുന്നതാണ്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ പറ്റിയൊരു സമയമാണ്. നിങ്ങളൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, നിങ്ങൾക്ക് തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തൊഴിലാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഈ സമയത്തൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. ശമ്പള വർധനയൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നില ഭദ്രമായിരിക്കും. ഒന്നിലധികം സ്രോതസ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് സമ്പത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗം നിങ്ങൾ തന്നെ കണ്ടെത്തുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതാണ്. പുതിയൊരു വാതിൽ നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഷെയർ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് രേഖാപരമാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലപ്പോൾ വാക്കുകളുടെ പുറത്തൊക്കെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അതൊക്കെ മാറ്റി നിങ്ങൾ രേഖകൾ കൃത്യമാക്കാൻ ശ്രമിക്കുക. ഇല്ലായെങ്കിൽ ഭാവിയിലേക്ക് നഷ്ടമുണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സ് അകാരണമായിട്ട് അസ്വസ്ഥതപ്പെടുന്ന ഒരു സമയമാണ് ഈ മാർച്ച് 9-ാം തീയതി മുതൽ. എന്തോ ഒരു അസ്വസ്ഥത നിങ്ങളിലേക്ക് വരികയും ഉത്കണ്ഠ കൂടുകയും ഒക്കെ ചെയ്യുന്നതാണ്. അത് പാടില്ല. നിങ്ങൾക്കിപ്പോൾ നല്ലൊരു സമയമാണ്. അതിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. മറ്റുള്ള അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കുക. പഴയ കാര്യങ്ങളെ ഒന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. പണ്ടെങ്കോ നടന്ന ഒരു സംഭവമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അന്ന് ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ എനിക്കിന്ന് കുറച്ചുകൂടി മെച്ചപ്പെടായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ്. പക്ഷേങ്കിൽ ഉത്രട്ടാതി നക്ഷത്രക്കാര് ഒരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞു പോയ സമയങ്ങൾ, അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന സമയം പോലും നമ്മൾക്ക് പിന്നീട് ഒരിക്കലും കിട്ടില്ല. സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഒരിക്കലും ദുഃഖിക്കരുത്. കാരണം അതൊരിക്കലും നമ്മൾക്ക് തിരികെ ചെന്ന് തിരുത്തുവാൻ കഴിയില്ല. അതുപോലത്തെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ മാത്രമേ നമ്മൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞതിനെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി പുറന്തള്ളിക്കളയുക. ഇനി വരാനിരിക്കുന്നതിനെ സ്വീകരിക്കുവാനും അതിനെ വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുവാനും നിങ്ങൾ ശ്രമിക്കുക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കുക.
പണ്ടാരോ നിങ്ങളെ ചതിച്ചത് അല്ലെങ്കിൽ വഞ്ചിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്താണ് നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കുന്നത്. അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഈ 3 കാര്യത്തിലും നിങ്ങൾക്ക് മുന്നേറ്റമാണ് കാണുന്നത്. ഈ മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് കൃത്യമായി ശാന്തമായിരിക്കണം. ആ ശാന്തത ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് മാറുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നോ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നോ ഒക്കെ ഒന്ന് നല്ലതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ സൂര്യ നമസ്കാരം അതുപോലുള്ള വ്യായാമ മുറകളൊക്കെ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്, എന്നാൽ മാനസികമായിട്ട് ചില പിരിമുറുക്കങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ നല്ല സമയം നമ്മളുടെ ചിന്തകൾ മൂലം അത് നെഗറ്റീവ് എനർജിയിലേക്ക് മാറുന്നതാണ്. അത് പാടില്ല. മറ്റൊരു കാര്യം, നിങ്ങൾ ഏത് മൂർത്തിയിലാണോ വിശ്വസിക്കുന്നത് ആ മൂർത്തിയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അത് ഏത് മതത്തിലായിക്കോട്ടെ ഏത് ദൈവമായിക്കോട്ടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. കൂടാതെ അന്നദാനം ഒന്ന് നടത്തുന്നതും നല്ലതാണ്. ഉത്രാടം നക്ഷത്രക്കാര് എല്ലാ ദിവസവും സൂര്യഭഗവാനെ സ്മരിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ ഉണ്ടാകുള്ളൂ. കാരണം ഉത്രാടം നക്ഷത്രക്കാർക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാം ശുഭമായിട്ട് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കർമ്മത്തിൽ ചെറിയൊരു വ്യതിചലനം കാണുന്നു. അത് മനസ്സിന്റെയാണ്. ആ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഡ്രോമ എന്നൊക്കെ പറയാറുണ്ട്. ആ ഡ്രോമയൊക്കെ തള്ളിക്കളയുക. പഴയ കാര്യങ്ങളൊക്കെ പോയി എന്ന് വിചാരിക്കുക. അത്രയുമേ ചെയ്യേണ്ടതുള്ളൂ. ജീവിതം കൂടുതൽ സുന്ദരകരമാകുന്നതാണ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാം ആസ്വാദനത്തോടെ എടുക്കുക. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.